പിടിച്ചു വിലക്കാൻ പോയ മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ച പ്രസന്നനെ എന്തിന് വിഷ്ണുവും അതുപോലെ തന്നെ ശങ്കരനും ചേർന്ന് ഇടിക്കണം? ഇനി ഇവിടെ ദൃക്സാക്ഷികളുടെ മൊഴികൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂകൾ ഞങ്ങൾ പകർത്തി, അത് നിങ്ങൾക്ക് കേൾക്കാം. ഈ വൈകിട്ട് 7:30 ശങ്കരൻ്റെ മോൻ വിഷ്ണു ഈ കടയുടെ വാതിക്ക് ഇപ്പോൾ നെഞ്ചത്ത് കയറി നിന്ന് ചവിട്ടി കൂട്ടി അവരാണ് കണ്ണിലൊക്കെ ഇടിച്ച് എൻ്റെ കടയിൽ ഇരുന്ന സാധനങ്ങളെല്ലാം എടുത്തെറിയുകയും തേങ്ങ എണ്ണ എല്ലാം എടുത്ത് നശിപ്പിക്കുകയും ഇന്നെ ചവിട്ടി കൂടുകയും വന്ന് 2 നേരം ഞാൻ അന്നേരം ഇറങ്ങി ഒരു പോലീസ് സ്റ്റേഷനിൽ അവിടെ ചെന്നവർക്ക് പോലീസുകാർ വന്നിട്ട് അദ്ദേഹത്തിനൊന്നും ചെയ്യാതെ തിരിച്ചറിഞ്ഞു. 2025 ഡിസംബർ 12 ഈ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ വളപ്പ് സാക്ഷ്യം വഹിച്ചത് വലിയ ഒരു ക്രൂരതയ്ക്കാണ്. പ്രസന്നൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹം ഇവിടെയുള്ള കടകളിൽ സഹായിയായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇവിടെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ശങ്കരനും അയാളുടെ മകൻ വിഷ്ണുവും ചേർന്ന് തല്ലിച്ചതയ്ക്കുന്നതിന് ഇവിടെയുള്ള കടക്കാരും അതുപോലെ തന്നെ അന്ന് വിശ്വാസികളായി എത്തിയ ആളുകളുമൊക്കെ സാക്ഷിയാണ്. വഴിപാട് കൗണ്ടറിൻ്റെ സമീപമായിരുന്നു ഈ ക്രൂരത അരങ്ങേറിയത്. ഇതിന് ഉള്ള കാരണങ്ങൾ ഞാൻ മുമ്പ് പലതവണ നിങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതിനകത്ത് ഒരു വിശദമായ അന്വേഷണത്തിന് വേണ്ടിയാണ് ഞാനും എൻ്റെ വാർത്താ സംഘവും ഇവിടെ പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ഈ സുരേഷ് എന്ന് പറയുന്ന തിരുമേനി എന്തിനാണ് പ്രസന്നനെ ഇടിച്ചത്? ഒരു സ്റ്റുഡിയോ നടത്തുന്ന മാനസികമായി ചില പ്രശ്നങ്ങൾ നേരിടുന്ന ചെറുപ്പക്കാരനുമായി ശങ്കരനും ശങ്കരൻ്റെ മകനും എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ തിരുമേനി എന്തിന് ഇതിനകത്ത് ഇടപെടണം? പിടിച്ചു വിലക്കാൻ പോയ മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ച പ്രസന്നനെ എന്തിന് വിഷ്ണുവും അതുപോലെ തന്നെ ശങ്കരനും ചേർന്ന് ഇടിക്കണം? ഇനി പ്രസന്നൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ അയാളുടെ വാരിയെല്ല് ഒടിഞ്ഞിട്ടുണ്ട്, അതുപോലെ മൂക്ക്, ചുണ്ട്, കണ്ണ് ഇവയ്ക്കൊക്കെ പൊട്ടലുണ്ട്. എന്നിട്ടും കായംകുളം പോലീസ് എന്തുകൊണ്ട് അത് വെറും വീഴ്ചയിലുണ്ടായ പരുക്കാണെന്ന് എഴുതി കേസ് തിരികെ അയച്ചു, അല്ലെങ്കിൽ കേസിൻ്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും പോലീസ് എന്തുകൊണ്ടാണ് കൃത്യമായ നടപടിയെടുക്കാത്തത്? ശങ്കരൻ്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. വലിയ ആജാനുബാഹുവോ ഒരു വില്ലൻ ലുക്കോ ഒന്നും ഈ മനുഷ്യന് ഇല്ല. പക്ഷേ പലിശക്കാരനാണ്, പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന വ്യക്തിയാണ്, തേങ്ങാ കച്ചവടം നടത്തുന്നുണ്ട്. ഇവിടെയുള്ള കടക്കാരിൽ ഭൂരിഭാഗം ആളുകളും അയാളിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ട്. ആ ഒരു ഭയം ആണ് ഈ പ്രസന്നൻ്റെ മരണത്തെ അല്ലെങ്കിൽ കൊലപാതകത്തെ വെറും വീഴ്ചയിലൂടെയുള്ള മരണമാക്കി ചിത്രീകരിക്കുന്നതിന് പോലീസിനെയും പ്രേരിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന സാഹചര്യവും അല്ലെങ്കിൽ സാഹചര്യമാണ് നിലവിൽ ഓച്ചിറയിലുള്ളത്. ഓച്ചിറ പോലീസും അതുപോലെ തന്നെ കായംകുളം പോലീസും ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ശങ്കരനും അതുപോലെ വിഷ്ണുവും സുരേഷുമൊക്കെ കൊലക്കുറ്റത്തിന് അകത്ത് കിടക്കും. അയാൾ ഒരു കുഴപ്പമില്ലാതെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അല്ലാതെ ആശുപത്രി കൊണ്ടുപോയി പിന്നെ കേൾക്കുന്നു മരിച്ചത്. സുഖമില്ല, കൂടുതലാണെന്നുണ്ട്. മുഖമൊക്കെ വല്ലാതായി, വാരിയെല്ല് വരെ ഒടിഞ്ഞു. ഒരാളുടെ മേത്ത് കയറി ഒരാളെ മലക്കടത്തി വെച്ച് മേത്ത് കയറി എന്ന് ചവിട്ടിയ പിന്നെ ഒടിയായിരിക്കും. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് കായംകുളം പോലീസ് ഇത് കാണാതെ പോയി? അവർ പറയുന്നത് വീഴ്ചയുടെ ആഘാതം. ഇങ്ങനെ ആന്തരിക അവയവങ്ങൾ തകർന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് വെറും 10 മിനിറ്റ് ദൂരം മാത്രമാണ് കായംകുളത്തേക്ക് ഉള്ളത്. കായംകുളത്തേക്ക് പോയി അവിടെ തന്നെ അയാൾ വീഴുന്നു. ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ ഉടൻ തന്നെ ആള് മരിച്ചു പോകണമെന്ന് നിർബന്ധമില്ലെന്ന് മെഡിക്കൽ ശാസ്ത്രം പറയുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഏതായാലും വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. കുറ്റവാളികൾക്ക് തക്ക ശിക്ഷയും ലഭിക്കണം.